ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കോഡ് സെറ്റിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വരുന്ന സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്കേർട്ടിന് വേണ്ടി 2 മീറ്ററാണ് നമ്മൾ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇതേ നമ്മൾ 45 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ക്ലോത്ത് എടുക്കുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ ഒരു ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ചു. ഇനി ഒരു ക്ലോത്തും കൂടെ ഈ സെയിം 45 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്തും കൂടെ എടുത്ത് സെയിം ആക്കിയിട്ട് രണ്ടാക്കി മടക്കി വയ്ക്കുക. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടാണ് നമ്മൾ 2 ക്ലോത്ത് എടുത്തത്. ഇനി ഏറ്റവും മുകളിലായിട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നീട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട് താഴോട്ട് 24 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ 35 ഇഞ്ചിൻ്റെ സ്കേർട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്കിനി ഫ്രിൽസ് വരും 10 ഇഞ്ച്, പിന്നെ ഒരു 1 ഇഞ്ച് ബാൻഡ് വരും. അങ്ങനെ ആ 24 ഇഞ്ച് മാർക്ക് ചെയ്തോടെ നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ വിടുത്തായിട്ട് ഞാനൊരു 18 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് 28 ഇഞ്ചാണ് എടുത്തത്. അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7 കിട്ടി. 7ൻ്റെ കൂടെ ഒരു 11 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. കുറച്ച് ഫ്രിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത്. സ്കേർട്ടിൻ്റെ ഡൗൺ വിഡ്ത്തായിട്ട് 21 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് താഴോട്ട് 21 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 7ൻ്റെ കൂടെ 11 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് 18 ഇഞ്ച് കിട്ടിയത്. വേണമെങ്കിൽ 10 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എനിക്ക് 11 ഇഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ എക്സ്ട്രാ, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി ഇതേ ഒരു പോർഷൻ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ഈ പോർഷൻ്റെ താഴെ, സ്കേർട്ടിൻ്റെ പോർഷൻ്റെ താഴെ നമുക്ക് ഫ്രിൽസ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1 മീറ്റർ നീളമുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കാരണം 2 മീറ്റർ ഉണ്ടായിരുന്നില്ല എനിക്ക്, അപ്പോൾ 1 മീറ്റർ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തോടുള്ള ലെങ്ത്തിന് 11 ഇഞ്ചാണ്. ഇനി ഇതേ ഈ 2 ക്ലോത്തോട് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭാഗം ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ താഴത്തോട്ടുള്ള ഞാനിവിടെ 1 മീറ്ററിൻ്റെ ക്ലോത്ത് എടുത്ത് അങ്ങനെ 2 മീറ്റർ ക്ലോത്ത് എടുത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും അത്ര എടുക്കാം. കാരണം അത്രയും ഫ്രിൽസ് കിട്ടും നമുക്ക്. അപ്പോൾ അതേ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ക്ലോത്ത് ഒരുമിച്ച് വെച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുകയാണ് നമുക്ക് ഫ്രിൽസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് മാത്രം വലിക്കുക. 2 ത്രെഡ് ഉണ്ടാകാത്ത ഒരു ത്രെഡ് മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് ഇതൊന്ന് ഫ്രിൽസ് ചെയ്തിട്ട് എടുക്കാം. ഫ്രിൽസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ടിൻ്റെ പോർഷനിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ സ്കേർട്ട് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിൻ്റെ അടിവശത്ത് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. 1/2 ഇഞ്ച് നമുക്ക് നമ്മൾ എക്സ്ട്രാ വിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ അടിവശത്ത് നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. സ്കേർട്ടിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് നമ്മൾ ഇതിപ്പോൾ ഫ്രണ്ടാണ്. ഇനി ബാക്കും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കുകയാണ്. കണ്ടില്ല, നമ്മൾ ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും. ഇത് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഒരു വശം മാത്രം, ഏതെങ്കിലും ഒരു വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വശം മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ വശം ഇതേ ഓപ്പൺ ആയിട്ടാണ് വരിക. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അവിടെയും കൂടെ ഒന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. എഡ്ജിലൂടെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിൽസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റിൻ്റെ അവിടെ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ അടുത്ത ഒരു ത്രെഡ് ഇങ്ങനെ മാത്രം ഒന്ന് വലിച്ചിട്ട് കറക്റ്റ് ഒന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം.
വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇത് ഫ്രിൽസ് ചെയ്ത ശേഷം 28 ഇഞ്ചാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതേ നമ്മളൊരു ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെടുത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 1 ഇഞ്ചിൻ്റെ ബാൻഡാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ 3 ഇഞ്ചിൻ്റെ ക്ലോത്ത് എടുക്കണം. ഇനി നമ്മൾ സ്കേർട്ടും നമ്മളിപ്പോൾ എക്സ്ട്രാ എടുത്ത ആ ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടത്. കറക്റ്റ് ആ 1/2 ഇഞ്ച് കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കേർട്ടൊന്ന് മറിച്ചിടുന്നുണ്ട് കേട്ടോ. സ്കേർട്ടൊന്ന് മറിച്ചിടുന്നുണ്ട്. നമുക്ക് ആ ഒരു വശം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്കേർട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിടുന്നുണ്ട്. ഇനി ഇതേ നമ്മൾ വെച്ച ഈ ബാൻഡിൻ്റെ എഡ്ജ് വശം 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ 1 ഇഞ്ചിൽ ഇതേ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തു. അങ്ങനെയാണ് 1 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ബാൻഡിൻ്റെ വിഡ്ത്ത് കിട്ടുന്നത്. കാരണം 1/2 ഇഞ്ച് 2 സൈഡും ഫോൾഡ് ചെയ്യാനും പിന്നെ 1 ഇഞ്ച് ടോട്ടൽ ഫോൾഡ് ചെയ്യാനും, അങ്ങനെ 2 സൈഡിലും ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ ബാൻഡാണ് ഇവിടെ കിട്ടുക. അപ്പോൾ എക്സ്ട്രാ വന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ വേസ്റ്റിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്തു. ഇനി ഇതേ സ്കേർട്ടൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 2.5 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ താഴോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുതൽ താഴെ അടിവശം വരെ എഡ്ജ് വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം, അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2.5 ഇഞ്ച് വിട്ട് ആ ഓപ്പണിങ് ഇതേ ഒരു സൈഡിൽ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡ് നമ്മൾ ആ ഓപ്പണിങ് 2 സൈഡിലോട്ടും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്നിതേ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഓപ്പണിങ് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു എഡ്ജ് വശം നിന്ന് തുടങ്ങി അപ്പുറത്തെ എഡ്ജ് വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സിബ്ബർ വെക്കാം, പക്ഷേ ഞാൻ സിബ്ബർ വെക്കുന്നില്ല. സിബ്ബർ വെച്ചാലും ഹുക്ക് വെക്കണം, അതുകൊണ്ട് ഞാൻ സിബ്ബർ വെക്കുന്നില്ല, നേരെ ഹുക്കാണ് വെക്കുന്നത്. അപ്പോൾ ഓപ്പണിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഹുക്ക് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇതേ ഞാൻ ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഹുക്ക് വെച്ചാൽ. സിബ്ബർ വെച്ചാൽ കംഫർട്ട് ആയിരിക്കും, പക്ഷേ എനിക്ക് സിബ്ബർ ഏത് സമയത്തും പണി തരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സിബ്ബർ വലിയ കംഫർട്ട് അല്ലാത്തത്. അപ്പോൾ നമ്മുടെ കോഡ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാൻ കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടു നെക്സ്റ്റ് വീഡിയോ.